ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. യുഗയുഗാന്തരങ്ങൾ കടന്നുപോയി. മനുഷ്യർക്കൊപ്പം അവൻ്റെ പാപങ്ങളും വളർന്നു. പാപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അഗസ്റ്റ്യ സീസറുടെ ഭരണവർഷം. ഹെറോദേസ് രാജാവ് യഹൂദിയെ ഭരിക്കുന്ന കാലഘട്ടം. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വർഗം കാണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം കാണിറങ്ങി, മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. തിബേരിയോസ് സീസറിന്റെ 15-ാം ഭരണവർഷം. സഖറിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുൾപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. പുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. 1000 ആലംബഹീനരെ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തോട്ട് വരുന്നുവോ? ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം.
ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിനക്ക് പെസക എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് എന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസക ആചരിക്കും. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരവും രക്തവുമാകുന്നു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ ശരീരവും രക്തവും. അങ്ങനെ ആ ദിവസം സമാഗതമായി. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഭൂമിയിൽ ജനിച്ച ദൈവപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. എന്നാൽ അതെന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാകട്ടെ. യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ആ തച്ചന്റെ മകൻ, അവൻ ദൈവപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്നു. ദൈവദൂഷണം പറയുന്ന അവനെ ക്രൂശിക്കണം. അതെ, അവനെ ക്രൂശിക്കണം. അവനെ ക്രൂശിക്കാം. അവനെ ക്രൂശിക്കാം. അവൻ ദൈവം എന്ന് പറയുന്നു. അവനെ ക്രൂശിക്കാം. അവനെ ക്രൂശിക്കാം. അവൻ ദൈവം എന്ന് പറയുന്നു. അവനെ ക്രൂശിക്കാം. അവനെ ക്രൂശിക്കാം. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ എൻ രാജൻ ക്രൂശതിൽ ആമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ, മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ, രാജാധിരാജൻ വാഴ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം.
അവൻ എവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. കല്ലറ പിളർന്നു, രക്ഷകനുയർത്തു, ഇരുളല മറഞ്ഞു, പുലരൊളി വിരിഞ്ഞു. പാരിനാഘോഷമാ, മനസ്സിനാനന്ദമാ, പാപശാപങ്ങളകന്നു, മോക്ഷ സൗഭാഗ്യമാ.